എറണാകുളം ജില്ലാ പഞ്ചായത്ത് ചെറായി ഡിവിഷനും ജില്ലാ ആയുർവേദ ആശുപത്രിയും കുഴിപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി സൗജന്യ സ്പെഷ്യാലിറ്റി നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Parur. ആയുർവേദത്തിലൂടെ അന്ധതയെ പ്രതിരോധിക്കുവാൻ സർക്കാരിന്റെ ദൃഷ്ടി പദ്ധതി പ്രകാരം കുഴിപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് ചെറായി ഡിവിഷനും ജില്ലാ ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സൗജന്യ സ്പെഷ്യാലിറ്റി നേത്ര പരിശോധന ക്യാമ്പ് ബാങ്ക് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് ചെറായി ഡിവിഷൻ മെമ്പർ KS നിബിൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടറുമായി സംസാരിച്ച് ക്യാമ്പിന് ഡേറ്റ് എടുത്തു എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കുഴിപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കാണ്. എല്ലാ ചെലവുകളും എല്ലാം നടത്തുന്നത് ബാങ്കാണ്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറയണം, നെടുമലക്കാട് പഞ്ചായത്തിൽ നടന്ന ക്യാമ്പിൽ നിന്ന് നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അന്ന് കണ്ടെത്തിയത്. ആ കണ്ടെത്തിയവർക്കുള്ള തുടർ ചികിത്സ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് പദ്ധതി വിശദീകരണം ഡോക്ടർ സുമിത പ്രകാശ് നടത്തി. കണ്ണില് മരുന്നൊഴിച്ച് 2 മണിക്കൂർ ഇരുന്ന് രണ്ടിനെ പരിശോധിച്ച് എത്ര പേരുണ്ട്? 2 പേര്, 4 പേര് കണ്ണിനുള്ളിൽ ഞരമ്പ് പരിശോധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അതില് നമ്മൾ 5 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം. നിങ്ങള് ഷുഗർ ഇൻസുലിൻ എടുക്കുന്നവരുണ്ടോ? ആരെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ട്? എത്ര വർഷം കഴിഞ്ഞിട്ട് ഇൻസുലിൻ തുടങ്ങിയത്? തുടക്കത്തിലേ തന്നെ എടുത്തു. നമ്മൾ ഷുഗർ വന്നു കഴിയുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? എല്ലാവരും പോയി യൂട്യൂബ് നോക്കും അല്ലേ? എന്നിട്ട് ഷുഗറിന്റെ പച്ച മരുന്ന്, ആ മരുന്ന്, ഈ മരുന്ന് എന്ന് പറഞ്ഞ കയ്യിൽ കിട്ടുന്ന എല്ലാം നമ്മൾ പരീക്ഷിക്കും അല്ലേ? ആദ്യം അതല്ല എല്ലാവരും നോക്കാം. ഒരു 2 വർഷം തുടക്കത്തിലെ തന്നെ കൃത്യമായി മരുന്നെടുത്ത് അത് കൺട്രോൾ ചെയ്യുന്നവർ വളരെ കുറവാണ്. ഡോക്ടർ ആര്യ, ആതിര, അമൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ രജിത സജീവ്, പ്രസീജ അജേഷ്, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജിൻഷ കിഷോർ, ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഭരണസമിതി അംഗം KS ചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, കുഴിപ്പുള്ളി.